എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. മേടക്കൂറ് ജനിച്ചവരുടെ ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ചൊവ്വ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് ധന, വാക്ക്, കുടുംബസ്ഥാനം എന്നൊക്കെ പറയുന്ന 2ാം ഭാവത്തിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. 4ാം ഭാവാധിപനായ ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ഭൂമികാരകനായ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ 4ാം ഭാവ സംബന്ധമായ ദശാപഹാരങ്ങൾ നടക്കുന്ന മേടക്കൂറുകാർക്ക് സ്ഥലം വാങ്ങാനും വാഹനം വാങ്ങാനും യോഗമുണ്ടാകും. ശുക്രന്റെ സഞ്ചാരവും അനുകൂലമായതിനാൽ മനസ്സന്തോഷം അധികരിക്കും. ആഭരണങ്ങളും ഗ്രഹോപകരണ സാധനങ്ങളും വാങ്ങുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വിവാഹാദി മംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. പക്ഷേ 25-ാം തീയതി മുതൽ ശുക്രൻ തൻ്റെ നീചരാശിയായ കന്നിയിൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ നേരെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. ചിലർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിയെ താൽക്കാലികമായി പിരിയേണ്ട സാഹചര്യവും ഉണ്ടാകും. കന്നിരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകുന്നതാണ്. ബുധൻ 22-ാം തീയതി വരെ ശുക്രൻ്റെ കൂടെ ചേർന്ന് 5-ൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. ചെറിയ രീതിയിൽ കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുശല്യവും കുറയും. ചിലർക്ക് ജോലി സംബന്ധമായ മാറ്റങ്ങളുണ്ടാകും. സൂര്യൻ 16-ാം തീയതി വരെ കർക്കിടകത്തിലും പിന്നീട് സ്വന്തം രാശിയായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. പക്ഷേ ശനി സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് പോലെയുള്ള ചില ദോഷഫലങ്ങളും 16-ാം തീയതിക്ക് ശേഷം ഉണ്ടാകും. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മാസാവസാനത്തിൽ കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതിനെ മാറ്റി നിർത്തിയാൽ പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂറ് ജനിച്ചവർക്കായുള്ള ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.